Hi children, today we can study wheel and axle. So before that, what all things we have studied in this lesson? Yes, we have studied about some simple machines and the main points in a simple machine, isn't it? See, this wheel and axle also a simple machine because it makes our work easier. Now, all of you observe the picture in page number 80. That is, you can see the picture of a wheel. In the middle of that wheel, you can see a rod-like structure. This rod acts as an axis. Axis means, you know that the earth rotates on its axis. Like that, here also this wheel rotates on this axis. Because of this wheel, the man can easily move that wheelbarrow. See, observe in the figure. Yes, he carries heavy loads in this wheelbarrow. But due to the presence of that wheel, he can very easily move that wheelbarrow. Okay. Next, the picture of a handcart is given. Here in this handcart, how many wheels are there? Yes, 2 wheels are there, and that is connected by an axis or rod. Here, this axis or the rod that connect these 2 wheels are known as axle. അതാണ് നമ്മൾ ഇവിടുത്തെ axle. Okay. അപ്പോൾ here you can find out the wheel and axle here. Now we can go to the next page, inclined plane. Here in this picture also, you can see some laborers are lifting the log to that lorry through this inclined plane. What is inclined plane? Miss പറഞ്ഞോ? ഇല്ല അല്ലേ? Inclined plane എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ a slope plane. By keeping it in a way, we can easily move these things. Okay. അതാണ് ചരിവുതലം. നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ ലോറിയിലൊക്കെ വാഹനങ്ങൾ ഇപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ നമ്മൾ നേരെ ലിഫ്റ്റ് ചെയ്യുന്നതിനേക്കാളും വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ലോറിയിലേക്കൊക്കെ അത് ബിഗ് ലോഗ്സൊക്കെ നമുക്ക് വെക്കാൻ പറ്റും. ഓക്കെ. സോ ഇൻക്ലൈൻഡ് പ്ലെയിൻ ആൾസോ മേക്സ് അവർ വർക്ക് ഈസിയർ. സോ ദിസ് പ്രിൻസിപ്പിൾ, ദ inclined planes principle is used while we are making the slope verandas in hospitals, schools, etc. And in that road in hilly areas. നമ്മൾ കണ്ടില്ലേ വയനാട്ടിലൊക്കെ നേരെ കുത്തനെയാണോ റോഡ് ഉണ്ടാവുക? ഇല്ല, നേരെ നമ്മൾ വെർട്ടിക്കലായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ കുറഞ്ഞ ലെങ്ത് മതി റോഡിന്. പക്ഷേ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ട്രാവൽ ത്രൂ ദറ്റ് റോഡ് അല്ലേ? അങ്ങനെ നേരെ നമ്മൾ കുത്തനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ബസ്സിനൊന്നും വെഹിക്കിൾസിന് പോകാനും നമുക്ക് ട്രാവലേഴ്സിന് പോകാനും എല്ലാം വളരെ ബുദ്ധിമുട്ടാവും. സോ ഇൻ ഓർഡർ ടു റെഡ്യൂസ് ദ വർക്ക്, we are making the road in hilly areas as in a winding manner. Okay. So inclined plane also makes our work easier. In order to prove this, here one example is given. So first of all, you take the weight of the bag filled with book by using a spring balance. നിങ്ങൾ കണ്ടില്ലേ, ആ സ്പ്രിങ് ബാലൻസ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ വെർട്ടിക്കലായിട്ട് അതിൻ്റെ വെയിറ്റ് എടുക്കാം. ദെൻ യു കീപ് വൺ വുഡൻ പ്ലാങ്ക് ആസ് ഷോൺ ഇൻ ദി ഫിഗർ. നമ്മൾ ആ ചിത്രത്തിൽ കാണിച്ചതുപോലെ ഒരു വുഡൻ പ്ലാങ്കോ എന്തെങ്കിലും വെച്ചിട്ട് എന്ത് ചെയ്യുക, യു ഹാവ് ടു ടേക്ക് ദ വെയിറ്റ് ഓഫ് ദ സെയിം ബാഗ്. ദെൻ യു ക്യാൻ സീ ദ ഡിഫറൻസ് ഇൻ വെയിറ്റ്. വളരെ നന്നായിട്ട് അത് എന്ത് ചെയ്തിട്ടുണ്ടാവും, വെയിറ്റ് റെഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും. ഫ്രം ദിസ് ഇറ്റ് സെൽഫ് വി ക്യാൻ പ്രൂവ് ദാറ്റ് ഇൻക്ലൈൻഡ് പ്ലെയിൻ ഹെൽപ്സ് ടു മേക്സ് അവർ വർക്ക് ഈസിയർ. ഓക്കെ. Then next below that you can see this veranda. കണ്ടില്ലേ, അവിടെ ഒരു ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള കുട്ടിക്ക്
അതായത് പെട്ടെന്ന് തന്നെ ആ സ്കൂളിലേക്ക് ഈസി ആയിട്ട് പോകാനുള്ളതാണ് എന്തിനു ചെയ്തിട്ടുള്ളത് ദറ്റ് വരാന്ത. അതേസമയം സ്റ്റെപ്പാണെങ്കിലോ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട്. ഓക്കെ, അതിനാണ് നമ്മൾ റാമ്പ് എന്നാണ് പറയുക കേട്ടോ വരാന്തയ്ക്ക്. ഓക്കെ, ദെൻ അപ്പോൾ ഈ റാമ്പിൽ യൂസ് ചെയ്തിട്ടുള്ള പ്രിൻസിപ്പിൾ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾ പറയേണ്ടത്? യെസ്, ദി ഇൻക്ലൈൻഡ് പ്ലെയിൻ മേക്സ് ദി വർക്ക് ഈസിയർ എന്നുള്ളതാണ് പറയേണ്ടത്. അതുപോലെ നമ്മളെ റോഡ് ഇൻ ഹില്ലി ഏരിയാസും ഏത് പ്രിൻസിപ്പിളാണ് വർക്ക് ചെയ്യുന്നത്? ഇൻക്ലൈൻഡ് പ്ലെയിൻ മേക്സ് ദ വർക്ക് ഈസിയർ. ഓക്കെ, ദെൻ ഹിയർ some small devices are also work on this principle. For example, the axe നോക്കൂ, ആ ആക്സിൻ്റെ രണ്ടറ്റം എങ്ങനെയായിരിക്കും ഉണ്ടാവുക? കുറഞ്ഞ തോതിൽ ഇങ്ങനെ ഒരു ചെത്തിയ പോലെ തോന്നില്ലേ നിങ്ങൾക്ക് രണ്ട് സൈഡിലും? അപ്പോൾ അതും എന്താണ്? ആ ചരിവ് തലം പോലെയാണ് പ്രവർത്തിക്കുന്നത്, ഇൻക്ലൈൻഡ് പ്ലെയിൻ. ദെൻ വെഡ്ജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആപ്പ് എന്ന് പറയും, കണ്ടില്ലേ ചിത്രത്തിൽ? ദറ്റ് കാർപ്പൻ്റർ യൂസിങ് ദറ്റ് വെഡ്ജ് ടു ഫിറ്റ് ദ വുഡൻ ഫ്രെയിം ഓർ ടൈറ്റൻ ദി വുഡൻ ഫ്രെയിം. നമ്മൾ ആ വുഡൻ ഫ്രെയിമിൻ്റെ ഒക്കെ ഇടയിൽ വെച്ചിട്ട് നമ്മൾ അടിക്കുന്ന ആ സാധനം കണ്ടില്ലേ? അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? വെഡ്ജ്. പിന്നെ അതുപോലെ നമ്മളെ നെയിലിൻ്റെയൊക്കെ അറ്റം കണ്ടിട്ടില്ലേ? അതായത് നമ്മൾ ഈ വാളിൽ പിയേഴ്സ് ചെയ്യാൻ ഈസി ആക്കാൻ വേണ്ടിയിട്ട് ആ നെയിലിൻ്റെ അറ്റത്ത് എന്തുണ്ടായിരിക്കും? ചെറിയ തോതിലൊരു സ്ലൈറ്റായിട്ടൊരു സ്ലോപ്പ് ഉണ്ടായിരിക്കും. ഇസ്ൻ്റ് ഇറ്റ്? സോ ദാറ്റ് ആൾസോ work on this principle. Okay, so in so many cases we can see that inclined plane makes our work easier. Okay, so these are the things we have to study in this lesson. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ലെസണിലെ സിമ്പിൾ മെഷീൻസിനെ കുറിച്ചിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഇതിലെ ലെറ്റസ് അസസ് ഒന്ന് നോക്കാം. അത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the same thing that I have explained to you. A road to the hilltop is to be constructed. The distance would be less if a straight road is built. In spite of this, the engineer suggested the construction of a winding road. What may be the reason for this? അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലേ എന്തുകൊണ്ടാണ് ആ എൻജിനീയർ ഒരു വൈൻഡിങ് റോഡിന് വേണ്ടിയിട്ടാണ് സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. വാട്ട് മേ ബി ദ റീസൺ? അപ്പോൾ അവിടെ എന്താ നിങ്ങൾ പറയേണ്ടത്? ഇൻക്ലൈൻഡ് പ്ലെയിൻ makes our work easier. Okay, only that answer. Then don't you see the use of crowbar to reduce workload in the two situations in the picture? അതായത് ആ രണ്ട് സിറ്റുവേഷനിലും നമ്മളെ ക്രോബാർ എന്ന് പറഞ്ഞാൽ ഒരു ലിവർ, റോഡിലേക്ക് സ്ട്രക്ചറിനെയാണ് നമ്മൾ ക്രോബാർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് എന്തായിട്ടാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ആക്ട് ആസ് എൻ സിമ്പിൾ മെഷീൻ. ഇൻ ടു കേസസ് ദേ ആർ യൂസിങ് ദിസ് ക്രോബാർ. Do you notice any change in the position of effort, fulcrum and resistance in the two situations? ആ രണ്ട് സിറ്റുവേഷനിലും നോക്കുമ്പോൾ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോയെന്ന്. യെസ്, ഫസ്റ്റ് സിറ്റുവേഷനിൽ എന്താണ്? യെസ്, ഹീ ഈസ് അപ്ലൈയിങ് ദി ഫോഴ്സ് ഡൗൺവേർഡ്, അതെ അല്ലേ, എഫേർട്ട്. പിന്നെ ദറ്റ് ഫൾക്രം ഈസ് ഇൻ ബിലോ ദറ്റ് സ്റ്റോൺ. യു ക്യാൻ സീ എ സ്മോൾ സ്റ്റോൺ ഉണ്ടല്ലേ ആ ക്രോബാറിൻ്റെ താഴെയായിട്ട്? അതെ. ദെൻ സെക്കൻഡ് കേസിലോ ഹീസ് അപ്ലൈയിങ് ദ ഫോഴ്സ് അപ്വേർഡ്, മുകളിലേക്കാണ് ആക്കുന്നത്. വി കാൺ സീ ദറ്റ് ഫൾക്രം ആൾസോ. അപ്പോൾ വിച്ച് വൺ ഈസ് ബെറ്റർ? ഏത് വേലായിരിക്കും പെട്ടെന്ന് അദ്ദേഹത്തിന് ആ ആ റോക്കിനെ ഒക്കെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, മൂവ് ചെയ്യാൻ പറ്റുന്നത്? യെസ്, ഇൻ ദി ഫസ്റ്റ് കേസ് അല്ലേ, വളരെ കുറഞ്ഞ ഫോഴ്സ് അപ്ലൈ ചെയ്താൽ മതിയായിരിക്കും. ഓക്കെ, ദെൻ തേർഡ് വൺ, ഹിയർ യു ക്യാൻ സീ എ ടേബിൾ. ആ ടേബിളിൽ എന്താ കൊടുത്തിട്ടുള്ളത്? ഫൈൻഡ് ഔട്ട് ദ ലിവേഴ്സ് യു സീ അറ്റ് ഹോം ആൻഡ് ടാബുലേറ്റ് ദം ആസ് ഷോൺ ബിലോ. അതായത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് what we have studied. അതായത് യു നോ ഹൗ ടു മാർക്ക് ദി ഫൾക്രം, എഫേർട്ട്, റെസിസ്റ്റൻസ് എക്സെട്ര ഇൻ സിമ്പിൾ മെഷീൻ അല്ലേ? അപ്പോൾ ഇതിൽ ചോദിച്ചിട്ടുള്ളത് ദ നെയിം ഓഫ് ദാറ്റ് ഡിവൈസസ്. ദർ ഫൾക്രം ഈസ് ഇൻ ബിറ്റ്വീൻ എഫേർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആണെങ്കിൽ അത് ഫസ്റ്റ് കോളത്തിൽ എഴുതാം. ഇഫ് ദ എഫേർട്ട് ഈസ് ഇൻ ബിറ്റ്വീൻ റെസിസ്റ്റൻസ് ആൻഡ് ഫൾക്രത്തിലുള്ള ഡിവൈസസിൻ്റെ പേര് സെക്കൻഡ് കോളത്തിൽ എഴുതാം. റെസിസ്റ്റൻസ് ഇൻ ബിറ്റ്വീൻ എഫേർട്ട് ആൻഡ് ഫൾക്രം വരുന്നത് തേർഡ് കോളത്തിൽ. ഡിവൈസസിൻ്റെ നെയിമാണ് നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ,
So for example, you consider scissors. Scissorsൽ എവിടെയാണ് വരുന്നത്? In the center, which one is coming? Fulcrum, isn't it? So fulcrum is in between effort and resistance. So you have to write the name of the scissors in the first column. Then you consider forceps. അതായത് നമ്മളെ പറയുന്ന എന്താ പറയുക, ടോങ്സ് എന്നൊക്കെ പറയുന്ന നിങ്ങൾ ഈ പ്ലക്ക് ചെയ്യാനൊക്കെ എടുക്കുന്ന സംഭവം ഉണ്ടല്ലോ, അതാണ് ഫോർസെപ്സ്. ആ ഫോർസെപ്സിൽ ഏതാണ് സെൻറ്ററിൽ വരുന്നത്? യെസ്, എഫേർട്ട് ഈസ് കം ഇൻ ബിറ്റ്വീൻ resistance and fulcrum. So you have to write that name of that forceps in the second column. Then lemon squeezer. Lemon squeezer എങ്ങനെയാണ് വരുന്നത്? യെസ്, resistance is in between fulcrum and effort. അപ്പോൾ you have to write the name of the lemon squeezer in the third column. In this way you have to find out 2 more examples in all these 3 columns. Okay, that is your homework. So these are the things we want to study today. Now I am going to wind up the class. Okay children, thank you all of you.